ബാർജ് മാറ്റാത്തത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിസന്ധിയാകുകയാണ്. തുമ്പയിലെ മത്സ്യത്തൊഴിലാളികളാണ് ഒരു വർഷത്തിലേറെയായി ദുരിതം അനുഭവിക്കുന്നത്. ബാർജിൽ വല കുടുങ്ങുന്നത് കാരണം ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത്. 2024 നവംബറിലാണ് തിരുവനന്തപുരത്തെ മുതലപ്പുഴയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോയ ബാർജ് തുമ്പയിൽ മുങ്ങിത്താഴുന്നത്. കരാറെടുത്ത കമ്പനി ദിവസങ്ങളോളം ശ്രമിച്ചെങ്കിലും ബാർജ് ഉയർത്താൻ കഴിഞ്ഞില്ല. ഒരു വർഷത്തിനിപ്പുറവും ഈ പ്രതിസന്ധി ഒഴിയാതെ നിൽക്കുകയാണ്. വലിയ സാമ്പത്തിക നഷ്ടമാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത്. ഈ കരമടി എന്ന് പറഞ്ഞാൽ 10-60 പേര് ജോലി ചെയ്യുന്ന ഇതാണ്. അപ്പോൾ അവർക്ക് മീൻ പൊങ്ങിയാൽ മീൻ കടലിൽ കണ്ടാൽ അത് വളഞ്ഞെടുക്കേണ്ട സംവിധാനമില്ല. ഇപ്പോൾ ഈ ഇത് കിടക്കും കാരണം ഭീമമായ നഷ്ടമാണ്. പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. 10-60 പേരുടെ ജോലി പോകുന്നു. അവർ ഒരു വിമാനം പോയി, അവരുടെ ഏക്കര് പോയി, അവർക്ക് ലോൺ ബാധ്യതയായി. ശക്തമായ അടിയൊഴുക്കിൽ വലകൾ ബാർജിൽ കുരുങ്ങുന്നത് പതിവാണ്. ബാർജ് നീക്കം ചെയ്യാമെന്ന് ജില്ലാ കളക്ടറും നഷ്ടപരിഹാരം നൽകാമെന്ന് അദാനി കമ്പനിയും ഉറപ്പു നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഈ കമ്പാവല വലിക്കുന്ന സഹോദരങ്ങൾ കുറച്ചുകൂടി ഒരു വയസ്സായ ആൾക്കാരാണ്. അപ്പൊ അനുദിനം അവരുടെ അന്നം മുട്ടിക്കുന്ന രീതിയിലാണ് ഇതൊരു തടസ്സമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മാത്രമല്ല അവരുടെ യാനങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. തുമ്പയിലെ കരമടി വള്ളക്കാർക്കാണ് ബാർജ് കൂടുതൽ ഭീഷണിയാകുന്നത്. പലപ്പോഴും മുറിച്ചു മാറ്റിയ ശേഷമാണ് വല കരക്കെത്തിക്കുന്നത്. ആശങ്കയോടെയാണ് പലരും ഇന്ന് കടലിലേക്ക് ഇറങ്ങുന്നത്. ചിലർ കടക്കണിയുടെ വക്കിലും. സാധ്യമായിടത്തെല്ലാം പരാതി നൽകി ബാർജ് നീക്കുമെന്ന പ്രതീക്ഷ കൈവിടാത്ത മത്സ്യത്തൊഴിലാളികൾ ഇന്നും തുമ്പയിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.